7 Days Art Challenge Part 2. Today we are exploring watercoloring. അപ്പോൾ കമോൺ നമുക്ക് വാട്ടർ കളർ ചെയ്താലോ. ഞാൻ ആദ്യം ചെയ്യാൻ വിചാരിച്ചത് നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുമല്ലോ, ഒരു ഹൗസ്, ഒരു ഹട്ട്, എന്താ പറയുക, നമ്മളൊരു ഷോപ്പ് പോലെയൊക്കെ ഉണ്ടാവില്ലേ, കുറച്ച് പ്ലാന്റ്സൊക്കെ ഉള്ള, അതേനു വിചാരിച്ചത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി ചെടിയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അതുതന്നെ അങ്ങ് എടുക്കാമെന്ന്. അപ്പോൾ എനിക്ക് വരക്കാനും വാട്ടർ കളറിങ് ഒന്നും അറിയില്ല, പക്ഷെ എനിക്ക് അതിനോട് ഭയങ്കര എന്താ പറയുക താല്പര്യമാണ്. എന്തായാലും ഞാൻ വെച്ചു നമുക്കൊന്ന് നോക്കി നോക്കുക, ഒരു കൈ നോക്കുക, അങ്ങനെയുള്ളൊരു ഇതിൽ ഞാൻ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ തുടങ്ങി പിന്നെ എനിക്ക് നിർത്തിയാലോ തോന്നുന്നു. എന്താ വെച്ചാൽ ഞാൻ എത്ര ആക്കിയിട്ട് എനിക്ക് എന്തോ മേനല്ലാത്ത പോലെയൊക്കെ തോന്നുക. എന്തായാലും നമ്മൾ തുടങ്ങിയില്ലേ, നമുക്കൊരു കൈ നോക്കാം. എനിക്ക് പിന്നെ നിർത്തണം എന്ന് തോന്നിയത് ഈ ഒരു സ്റ്റെപ്പ് എത്തിയപ്പോഴാണ്. ഇത് എത്ര ആക്കിയിട്ടും ബ്ലെൻഡ് ആവണില്ല. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വാട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കണം, എന്നിട്ട് അതിൻ്റെ മേൽ ചെയ്ത് നല്ല വൃത്തിക്ക് കിട്ടുന്നു. ഞാൻ ആ ഒരു സ്റ്റെപ്പിലാട്ടോ നമ്മൾ ആ പെൺകുട്ടീനെ ഒന്ന് കളർ ചെയ്തെടുത്തില്ലേ, അപ്പോൾ അതിൽ ഞാൻ ആ ഒരു സ്റ്റെപ്പാണ് ചെയ്തത്. അപ്പം എനിക്ക് കറക്റ്റ് കിട്ടി. ബട്ട് ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ജസ്റ്റ് കളർ ആക്കണം എന്ന് വിചാരിച്ചില്ല, പക്ഷെ ആക്കി വന്നപ്പോൾ ലാസ്റ്റ് കൊളായിപ്പോയി. അതേപോലെ നമ്മളെടുത്ത പിക്ചറിൽ ആകെ ആ പെൺകുട്ടി മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു. പക്ഷേ ഞാൻ ആക്കി വന്നപ്പോൾ എനിക്കെന്തോ ആ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കൊടുത്ത് കൊളായപ്പോൾ എനിക്ക് എന്തോ ഇങ്ങനെയൊന്ന് ചെയ്താലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്താണ്. സത്യം പറയാമല്ലോ, ഇതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് ഒന്ന് പറയുക. ഇനി എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരണോ എന്നുള്ളത് പറയുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല വാട്ടർ കളറിങ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ വാട്ടർ കളർ ഇഷ്ടമായോ പറയുക. എന്തായാലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.